ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും പതിവ് പോലെ ചില ഓർഗനൈസേഷനും അടുക്കലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ജോലികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതായത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നോർമലി ഞാൻ കോക്കനട്ട് ഓയിൽ മാത്രം പ്രത്യേകം മാറ്റി വെക്കാറില്ല കേട്ടോ. കാരണം അത് ഇവിടെ എപ്പോഴും കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ എളുപ്പമായിട്ട് ഞാൻ ബോട്ടിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പം ഇതിപ്പം നല്ലെണ്ണയാണ് കേട്ടോ ദോശയ്ക്കൊക്കെ സ്പ്രേ ചെയ്യാൻ. അപ്പോൾ വുഡൻ ഐറ്റംസൊക്കെ ഒന്ന് ഓയിൽ ചെയ്ത് വെക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡൊക്കെ ഒന്ന് വെച്ച് കബോർഡൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അതായത് കബോർഡിലൊന്നും സ്പേസ് ഇല്ല കേട്ടോ ഇപ്പം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ തെമൂന്ന് ഒരു ടാബ്ലറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനുള്ള. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വാഷിംഗ് മെഷീൻ റൂമിൽ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ മെഷീൻ ഒരാഴ്ചയായിട്ട് ഞാൻ തുടച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു 2 ദിവസമെങ്കിലും കൂടുമ്പോൾ ജസ്റ്റ് ഈ ഒരു റബ്ബർ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇത് റബ്ബറിൻ്റെ ഈ പോർഷനൊക്കെ തുടയ്ക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ ഇത്തിരി വെള്ളം ഇങ്ങനെ കിടക്കൂട്ടോ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അവിടെ കരിമ്പിനടിക്കുന്നുണ്ട്. പിന്നെ അകത്തൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട് കേട്ടോ. റിങ്ങിനുള്ളിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട് ഇതിനകത്ത്. അപ്പം ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തുടച്ച് കഴിയുമ്പോഴത്തേനും ആ അഴുക്കൊന്നും പോവില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ടാബ്ലറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം വരുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു തുണി വെച്ച് ജസ്റ്റ് ഞാനിപ്പോൾ ഈ ഉണങ്ങിയിരിക്കുന്ന ആ സമയത്ത് തന്നെ ഒന്ന് തുടച്ച് നോക്കണം. അതിനകത്ത് എന്തൊക്കെ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എത്ര അഴുക്കുണ്ടെന്നുള്ളത്. അപ്പം ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് അധികം അഴുക്ക് കിട്ടുന്നില്ല, എന്നാലും ഇതാ ഉണ്ട് ഉണ്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ വാഷറിലുള്ള അഴുക്കൊക്കെ നമ്മൾ കണ്ടു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കി ക്ലീൻ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ വലിയൊരു പാരസെറ്റമോൾ പോലെ ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും അവർ ഇൻസ്ട്രക്ഷനിൽ എഴുതിയേക്കണം ആദ്യം ഇതിട്ടിട്ട് നമ്മളൊരു വാഷ് ചെയ്യുക, അതിനുശേഷം ഒരു ക്ലോത്ത് വെച്ചിട്ട് ഫുൾ അഴുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വിചാരം ഇത് ക്ലീൻ ചെയ്യാൻ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നിറച്ച അഴുക്ക് ഇളകി വരും എന്നാണ്. നമുക്ക് നോക്കാം. ഞാൻ 30 മിനിറ്റ്സിൻ്റെ ഒരു സൈക്കിളാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണേലും കുറച്ച് അഴുക്കൊക്കെ നമുക്ക് തുണിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്തൊക്കെ അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഡ്രമ്മിൻ്റെ അകം അങ്ങനെ ക്ലീൻ ആയെന്ന് അറിയില്ല. എന്താണേലും ഞാൻ ആ തുണി ഇട്ടിട്ട് ഒരു 30 മിനിറ്റ്സ് കൂടെ വീണ്ടും ഒരു വാഷ് കൊടുത്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഓർഗനൈസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കബോർഡിൽ ഒത്തിരി സ്പേസ് ലാഭിക്കാം കേട്ടോ. നമ്മൾ ഈ നിരത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ കാര്യങ്ങളൊക്കെ ഇതുപോലെ സ്റ്റെപ്പ് ഇത് നമുക്ക് മുകളിലും താഴെ 2 ലെയറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയാൽ കുറേ സ്പേസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാല് നിരത്തോ ഒരെണ്ണം ചേരുന്നില്ല, പക്ഷേ വെയിറ്റ് മുകളിൽ വെച്ച് കഴിയുമ്പോൾ ഓക്കെയാണ് കേട്ടോ. പിന്നെ നല്ല സ്ട്രോങ്ങുമാണത്.
അപ്പോൾ ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡ് ഇത്തവണ വാങ്ങിയിട്ട് വെക്കാൻ അതിനകത്ത് പ്ലേറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം അത് അവിടെ തന്നെ വെച്ചു. എന്തായാലും യൂസ് ആക്കാം. അപ്പോൾ ചൂരമീനാണ് കേട്ടോ. അപ്പോൾ അവർ പീസാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന മീനാണ്. പക്ഷേ അവരുടെ മുകളിലുള്ള ആ ഒരു ചാരം പോലുള്ള സംഭവം ഉണ്ടല്ലോ, ഒരു ആഷ് കളറിൽ, അതൊന്ന് ചുരണ്ടിയിട്ട് വേണമായിരുന്നു കട്ട് ചെയ്യാൻ. പക്ഷേ അവരത് അങ്ങനെ ചുരണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ പീസും എടുത്ത് നമ്മളത് ചുരണ്ടി കളയണം. അപ്പോൾ ഇനി ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ഒത്തിരി വലുപ്പത്തിലും കറി വെക്കാനായിട്ട് തീരെ ചെറുതാക്കിയാണ് കേട്ടോ ഞാൻ ചൂരമീൻ കട്ട് ചെയ്യണം. ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താലേ ഉള്ളൂ കുട്ടികൾ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് എരിവൊന്നും പിടിക്കാത്ത പോലെ തോന്നും. മീൻകറി വയ്ക്കുന്ന പരന്ന ചട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. അറിയാതെ ഞാൻ എടുത്തത് താഴേക്ക് വെച്ച് ഫോഴ്സ് കൂടിപ്പോയി. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയി. പിന്നെ പഴയതുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചാറുകറി വെക്കുന്ന, അതായത് കുഴിയുള്ള ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ ലഞ്ചൊക്കെ റെഡി ആയിട്ട് കുട്ടികൾക്ക് ലഞ്ചൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ബാക്കി എടുത്ത് വെക്കാനുള്ള ജോലികളിലേക്കൊക്കെ മാറിയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ വെച്ചിട്ട് കവർ ഞാൻ ആ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ അവിടെ കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തികേടായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കവറൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ കിച്ചൻ്റെ വോളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ലോണ്ടറി റൂമിൻ്റെ വോളിലാണ് ഞാനത് ഫിക്സ് ചെയ്തത്. പക്ഷേ അത് 2 സൈഡ് ടേപ്പിൽ അത് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഡ്രില്ല് ചെയ്ത് വേണം പിടിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈവനിങ്. അപ്പോൾ ഹസ്ബൻഡ് ഇന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ പോകാനായിട്ട് കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്.
അപ്പോൾ അതിനുശേഷം വീണ്ടും മഗ്‌രിബൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് മെയിൻ ഹോളൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് ഡസ്റ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് അവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ മേടിച്ച സംഭവങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചുകൂടി സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് എല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.